Okay. Provision for doubtful debts. It's a natural that some of the debtors in respect of current year sales fail to pay the amount of the next year when it is due for payment. അതായത് നമ്മൾ ചില ഡെപ്റ്റേഴ്സിന് കടത്തിന് സാധനം വിൽക്കുമല്ലോ. അപ്പോൾ കറണ്ട് ഇയർ സെയിൽസ് അവർ തരത്തില്ല. കറണ്ട് ഇയർ ഈ വർഷം നടന്നതിൻ്റെ സെയിൽസിൻ്റെ പേയ്മെൻറ്റ് ഈ വർഷം അടയ്ക്കത്തില്ല. അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കും ചിലർ. കാരണം ഈ വർഷം ചിലപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കടത്തിന് ഒരാൾക്ക് വിറ്റു. അവരെന്ത് ചെയ്യും 2020, 2026 ചിലപ്പോൾ പേയ്മെൻറ്റ് തരുത്തുള്ളൂ. പക്ഷേ ഇറ്റ് ബിക്കംസ് ബാഡ് ഓൺലി ദ നെക്സ്റ്റ് ഇയർ. ബാഡായി തീരും, ഈ വർഷം ബാഡാണ്, എന്നാൽ അടുത്ത വർഷം പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. ഇറ്റ് ഈസ് എ ലോസ് ടു ദ കറണ്ട് ഇയർ ആസ് ഇറ്റ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽസ് ഓഫ് കറണ്ട് ഇയർ. കറണ്ട് ഇയറിലെ സെയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നമ്മൾ ആ കടത്തിന് വിറ്റതിൻ്റെ ക്യാഷ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ലോസ് ആണെന്ന് പറയാം. Therefore, അതുകൊണ്ട് സം എമൗണ്ട് ഷുഡ് ബി സെറ്റ് അപ്പാർട്ട് ഫ്രം ദ കറണ്ട് ഇയർ പ്രോഫിറ്റ്. അപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാറ്റും, പ്രൊവിഷൻ വയ്ക്കുമെന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രോഫിറ്റ് ചെയ്ത് ഫോർ ദ ലൈക്ലി ലോസ് ദാറ്റ് മേ അറൈസ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ അടുത്ത വർഷം ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് ചെയ്ത് കുറച്ച് എന്ത് ചെയ്യും, പ്രൊവിഷനായിട്ട് മാറ്റി വയ്ക്കും. ദ എമൗണ്ട് ദസ് പ്രൊവൈഡ് ഫ്രം കറണ്ട് ഇയർസ് പ്രോഫിറ്റ് ഇസ് കാൾഡ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വർഷം നമ്മൾ സെയിലിൻ്റെ എമൗണ്ട് ഈ വർഷം കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അടുത്ത വർഷത്തേക്കായിട്ട് അങ്ങനെ ബിസിനസ്സിലുണ്ടാകുന്ന ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് provision for doubtful debts എന്ന പേരിൽ വിളിക്കുന്നത്. Thus, provision for bad debt is a provision created to meet any loss due to non-payment of debtors in the next year in respect of current year sale. ഉണ്ടോ, provision for bad debt എന്ന് പറഞ്ഞാൽ is a provision created. Provision for bad debt provision create ചെയ്യാണ് to meet any loss due to non-payment of debtors. അപ്പോൾ നോൺ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് പൈസ തരാതിരിക്കുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. The amount required for doubtful debt is kept by charging the amount of profit and loss account. ഇങ്ങനെ പ്രൊവിഷനായിട്ട് മാറ്റി വെക്കും, നമ്മൾ എങ്ങോട്ട് മാറ്റി വെക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കും. ഓൺ കീപ്പിംഗ് ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റും. എൻട്രി കണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന എൻട്രി വരുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്നാണ് എൻട്രി. ദ ഡബിൾ എഫക്ട് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിന് രണ്ട് എഫക്റ്റാണ് വരുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഇവിടെ കാണിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ വേണ്ടേ, ഫോർ ട്രയൽ ബാലൻസ് 31 December 2013 സൺഡേ ഡെപ്റ്റേഴ്സ് ഉണ്ടോ 20,000, ബാഡ് ഡെപ്റ്റ് 800. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 5% ഓഫ് സൺഡേ ഡെപ്റ്റേഴ്സ് ഈസ് ഡൗട്ട്ഫുൾ ഓഫ് റിക്കവറി ആൻഡ് ഈസ് ടു ബി പ്രൊവൈഡഡ്. Give journal entries for the amount of provision and also show how they would appear in the profit and loss account and balance sheet. എൻട്രി കണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഡെപ്റ്റേഴ്സിൻ്റെ 5%, 5% എന്ന് പറഞ്ഞാൽ സൺഡേ ഡെപ്റ്റേഴ്സ് ഉണ്ട് 20,000, 20,000ൻ്റെ 5% 1000 രൂപ. ക്ലിയർ അല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വന്നിട്ട് നമ്മുടെ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 800 രൂപ, അത് ഇന്നറിൽ എഴുതി. അതിൻ്റെ കൂടെ നമ്മൾ ഈ 20,000ന് 5% കണ്ടുപിടിച്ച പ്രൊവിഷൻ 1000 രൂപ ആഡ് ചെയ്ത് 1800 എഴുതും. ബാലൻസ് ഷീറ്റ് വന്ന് ഡെപ്റ്റേഴ്സ് നമ്മളിൽ ഉണ്ടല്ലോ 20,000 രൂപ, അതിൽ നിന്ന് ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 1000 രൂപ കുറയ്ക്കുകയും ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞ്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുള്ള പ്രൊവിഷനെ നമ്മൾ എന്ത് വിളിക്കുക, ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ വിളിക്കുക, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. റൈറ്റ് ഓഫിനെ നമ്മൾ എന്ത് വിളിക്കാൻ പറഞ്ഞ്, ഫർദർ ബാഡ് ഡെപ്റ്റ് വിളിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിനെ ന്യൂ പ്രൊവിഷൻ എന്ന് വിളിക്കാൻ പറയും. എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ഓൾഡ് പ്രൊവിഷൻ ട്രയൽ ബാലൻസ് തരും നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുന്ന രീതിയിലൊക്കെ പഠിച്ചു നോക്കുക. ക്ലിയർ ആണല്ലോ കാര്യം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നോക്കിക്കോളൂ. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ക്ലോസ് സ്റ്റോക്ക് നമുക്കറിയാം. അത് പറയാം. പ്രൊവൈഡ് 5% ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 3 months ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ് എമൗണ്ട് ₹300. പ്രോബ്ലം ചെയ്യുന്നുണ്ടല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000 നമ്മൾ എടുത്തു, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്പർ 15,000 ഉണ്ട്, അതെടുത്തു. ദെൻ പർച്ചേസ് എടുത്തു 85,000. അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ ടിക്ക് കൊടുക്കുവാണേ, ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് അടുത്തതിന് ഡയറക്റ്റ് എക്സ്പെൻസുകളായ ഫാക്ടറി എക്സ്പെൻസ് ഉണ്ട്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, ഇമ്പോർട്ട് ഡ്യൂട്ടി ഫാക്ടറി എക്സ്പെൻസ്, അത് രണ്ട് നമ്മൾ എടുത്തെഴുതി. അത് കഴിയുമ്പോൾ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ, ക്ലോസ് സ്റ്റോക്ക് 21,500, സെയിൽസ് അതേപോലെ തന്നെ 1,20,000. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു, ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് മൈനസ് ചെയ്യുമ്പോൾ 33,500 കിട്ടുന്നു, അത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഓഫീസ് എക്സ്പെൻസ് ഉണ്ട് 6,000 രൂപ അല്ലേ. ദെൻ സൺഡേ ഡെപ്റ്റേഴ്സ് വേണ്ട, കമ്മീഷൻ ഉണ്ട്, കമ്മീഷൻ കഴിച്ചല്ലേ, കമ്മീഷൻ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, കമ്മീഷൻ ഇന്നറിൽ എഴുതി 1,500. റിസീവ്ഡിൻ്റെ അഡ്വാൻസ് ഉണ്ട്, കമ്മീഷൻ അഡ്വാൻസ് ആയിട്ട് കമ്മീഷൻ കൂട്ടണോ കുറയ്ക്കണോ, ഇൻകം മുൻകൂട്ടി വാങ്ങിച്ചാൽ കുറയ്ക്കണം. അപ്പോൾ കണ്ടോ ലെസ് ചെയ്തേക്കുന്നുണ്ടോ, ലെസ് റിസീവ്ഡിൻ്റെ അഡ്വാൻസ് 300. അപ്പോൾ 1,500 300 കുറച്ചപ്പോൾ 1,200. ഓക്കെ, ദെൻ
ബാഡ് ഡെപ്റ്റ് കണ്ടോ 2500 അല്ലേ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിനെല്ലാം എഴുതി 2500. അതിൻ്റെ കൂടെ പ്രൊവിഷൻ ഉണ്ടല്ലോ, അവരുടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഇടുക. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിന് 5% അല്ലേ, 5% അല്ലേ. അപ്പോൾ ഡെപ്റ്റേഴ്സ് എത്ര നോക്കണം. ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ട്? സൺ ഡെപ്റ്റേഴ്സിന് 5%, 30,000 രൂപ ഉണ്ടല്ലോ. ആ ഡെപ്റ്റേഴ്സിന് 5% എത്ര വരും? 1500 രൂപ വരും. കണ്ടോ, 2500 പ്ലസ് 1500 കൂട്ടി 4000 ഔട്ടർ കിട്ടും. ഓക്കെ ആണോ? അത് കഴിയുമ്പോൾ സൺഡിക്കേറ്റേഴ്സ് വേണ്ട. 10% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് 1500 അല്ലേ. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 1500 ഇന്നറിൽ എഴുതി. എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് നോക്കി. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 3 months ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ട ഇൻവെസ്റ്റ്മെന്റ് 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 20,000 രൂപ അല്ലേ. അപ്പോൾ 20,000 രൂപ 10% 2000 രൂപ നമുക്ക് പലിശ കിട്ടണമായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്തതിന് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 2000 രൂപ കിട്ടണമായിരുന്നു. ഇവിടെ നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 1500 കിട്ടിയിട്ടുള്ളൂ. ഉണ്ടോ? കണ്ടോ? അപ്പോൾ 500 ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതാണ് 500 അവിടെ എന്ത് ചെയ്തേക്കുന്നത്? ആഡ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയി പറഞ്ഞേ? അങ്ങനെയാണ് 2000 രൂപ വരുന്നത്. ഓക്കെ. ഓപ്പൺ സ്റ്റോക്ക് കൊണ്ട് ജനറൽ എക്സ്പെൻസ് എല്ലാം കൊണ്ട് ജനറൽ എക്സ്പെൻസ് ഇട്ടു നമ്മൾ 3000. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് വേണ്ട, മെഷീൻ വേണ്ട, ക്യാപിറ്റൽ. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ഡിപ്രിസിയേഷൻ ഒന്നും ഇല്ലല്ലോ, ഇല്ല. ക്ലോസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു 23,700. ഓക്കെ. ദെൻ വീണ്ടും ട്രയൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ കംപ്ലീറ്റ് ആയി. ബാലൻസ് ഷീറ്റ് എടുക്കുന്നു. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 December 2013 അല്ലേ. നമ്മൾ ട്രയൽ ബാലൻസ് നോക്കുന്നു. സെയിൽസ്, പർച്ചേസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഫാക്ടറി എക്സ്പെൻസ്, ഓഫീസ്, സൺ ഡെപ്റ്റേഴ്സ്, അസറ്റ് അല്ലേ 30,000 രൂപ. ആ സൺ ഡെപ്റ്റേഴ്സ് 30,000 നിന്നില്ലേ പ്രൊവിഷൻ കണ്ടുപിടിച്ച് 1500 കുറയ്ക്കും. ന്യൂ പ്രൊവിഷൻ 1500 കുറച്ച് ഔട്ടറിൽ ഇട്ടു 28,500 അല്ലേ. അടുത്തത് കമ്മീഷൻ വേണ്ട, ബാഡ് ഡെപ്റ്റ് വേണ്ട. സൺട്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി അല്ലേ 28,500. ബാലൻസ് ഷീറ്റിൽ കണ്ടോ സൺട്രി ക്രെഡിറ്റേഴ്സ് 28,500 ലൈബിലിറ്റി സെല്ലിൽ ഇരിക്കുന്നത്. ഓക്കെ. അടുത്തത് കമ്മീഷൻ വേണ്ട, ബാഡ് ഡെപ്റ്റ് വേണ്ട, കമ്മീഷൻ 10% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ 20,000 രൂപ. അസറ്റ് ആണല്ലോ അത്. ആ 20,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ 20,000 രൂപ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 500 രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞില്ലേ. ആഡ് അക്രൂഡ് നമ്മൾ ഇട്ടേക്കുന്നുണ്ടോ അത്. ആ 500 രൂപ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഓപ്പൺ സ്റ്റോക്ക് വേണ്ട, ജനറൽ എക്സ്പെൻസ് വേണ്ട. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് 2000 രൂപ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടോ ബാലൻസ് ഷീറ്റ് അസറ്റ് 2000 രൂപ ഇട്ടേക്കുന്നത്. ദെൻ മെഷീനറി അസറ്റ് ആണ് അല്ലേ. അപ്പോൾ മെഷീനറി അസറ്റ് ആയിട്ട് എഴുതുന്നു. മെഷീനറി ഉണ്ട് അസറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് 40,000 അല്ലേ. അടുത്ത ക്യാപിറ്റൽ 60,000 ക്യാപിറ്റലുണ്ട്. ക്യാപിറ്റൽ ഇന്നറിൽ എഴുതി 60,000. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് അതിൻ്റെ കൂടെ 23,700 അല്ലേ. ആഡ് ചെയ്ത് ഔട്ടറിൽ 83,700 എഴുതി. ഏതാ 23,700 ആഡ് ചെയ്ത് ഔട്ടറിലിട്ടു. ദെൻ തീർന്നില്ല, അഡ്ജസ്റ്റ്മെന്റ് വായിച്ചു നോക്കണം. ക്ലോസ് സ്റ്റോക്ക് 21,500 അസറ്റ് അല്ലേ. ക്ലോസ് സ്റ്റോക്ക് അസറ്റ് സൈഡിൽ ഇട്ടു. രണ്ടാമത്തെ പറയുന്നു പ്രൊവൈഡ് 5% ഡെപ്റ്റേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 500 രൂപ എഴുതണം. അടുത്ത കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ് 300 രൂപ. മുൻകൂട്ടി വാങ്ങിച്ചെന്ന മീനിങ്. മുൻകൂട്ടി വാങ്ങിച്ച അസറ്റ് എന്ന ലൈബിലിറ്റി ആണ്. ഇൻകം മുൻകൂട്ടി ലൈബിലിറ്റി. ആ 300 അവിടെ ലൈബിലിറ്റി സൈഡ് ഇട്ടേക്കുന്ന കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ്. അത്രയാണ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,12,500 കിട്ടും ബാലൻസ് ഷീറ്റ്. ഓക്കെ ആണല്ലോ. ശരി. അപ്പോൾ അത്രയൊന്ന് കറക്റ്റ് ചെയ്തോളൂ.